സ്റ്റുഡൻസ്, ഇപ്പം നാറ്റയുടെ എക്സാം പാറ്റേൺ പുതിയതാണ്. DRK ആസ്പിരൻസിനെ സംബന്ധിച്ചിട്ട് പല ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷന് തീരെ കൺഫ്യൂഷനൊന്നും ഇല്ല. നമുക്കത് ഏതൊക്കെ മെത്തേഡിലാണ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലിയർ കട്ടായിട്ടൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എന്നാലും ജനറൽ ആയിട്ട് കുട്ടികൾ, ഇപ്പോൾ നമ്മൾ യുണൈറ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിലും പുറമേയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പല ഡൗട്ട്സുമായിട്ട് എന്നെ കോൺസ്റ്റന്റ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇതൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് നടത്തുന്നത് നിങ്ങളായിട്ട്. അപ്പോൾ ബേസിക്കലി JEE പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ JEEയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. JEE എക്സാമിന് ശേഷമാണ് നമ്മൾ നാറ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പുതിയ മെത്തേഡ്സിൽ എന്തൊക്കെ വ്യത്യാസങ്ങളൊന്ന് പഠിച്ചാൽ മതി. കാരണം കറന്റ് JEE എക്സാം പാറ്റേണിൽ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നാറ്റിലെ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഡൗട്ട്സുകൾ കൂടുതലും ചോദിച്ചിട്ടുള്ളത്. എക്സ്പെഷ്യലി നാറ്റയിലെ ഡ്രോയിങ്ങിലെ 3rd ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഡൗട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിൻ്റെ 120 മാർക്സിനാണ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് തന്നെ 2 സെഷനായിട്ടുണ്ട്. 30 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയും 15 ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെയും ആണുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് 120 മാർക്ക് വരുന്നത്. അത് തന്നെ വിഷ്വൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, GK, ആർക്കിടെക്ചർ, ഡിസൈൻ, ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റേഷൻ, അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി, അങ്ങനത്തെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു മിക്സാണ് ആ ഒരു 120 മാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഗ്നൈറ്റിൻ്റെ മോക്ക് എക്സാം എഴുതുന്ന ഏതൊരു കുട്ടിക്കും അതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചെയ്യാനായിട്ട് പറ്റേണ്ടതാണ്. ഓക്കെ, ഈ ഡ്രോയിങ് സെഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡ്രോയിങ്ങിൽ ഇപ്പോൾ JEEയുടെ ഒരു പാറ്റേൺ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. ആ ഒരു പാറ്റേണിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മിക്കവാറും കുട്ടികൾക്കെല്ലാം 99% ഡ്രോയിങ്ങിൽ എത്താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നാറ്റിക്കും അവരുടേതായിട്ടൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് പാറ്റേൺ വന്നത് 2D കോമ്പോസിഷൻ വിത്ത് കളറിംഗ് എന്നുള്ള സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പെർസ്പെക്റ്റീവ് സ്കെച്ചിങ്ങോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കെച്ചിങ്ങോ ആയിരിക്കും. അത് കളറിംഗ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതായത് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് സ്കെച്ച് ചെയ്യേണ്ടത്. 3rd ക്വസ്റ്റ്യനിലാണ് ഒരു ഇത് വരുന്നത്, 3D കോമ്പോസിഷൻ എന്നാണ് ഹെഡിങ്. അപ്പോൾ നമുക്ക് കൺവെൻഷനലായിട്ടൊരു 3D കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിസൈൻ പ്രിൻസിപ്പിൾസിലെ മാക്സിമം പ്രിൻസിപ്പിൾസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു 3D കോമ്പോസിഷൻ വരയ്ക്കുക. ചിലപ്പോൾ വിത്ത് എഫക്റ്റ് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഷെയ്ഡോ അതൊക്കെ ആഡ് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ 3D കോമ്പോസിഷനിൽ വരുന്നത്. പക്ഷേ നമുക്കറിയാം 90 മിനിറ്റ് 3 ക്വസ്റ്റ്യൻ, ആ ഒരു രീതിയിലാണ് നാറ്റയുടെ തവണത്തെ എക്സാം പാറ്റേൺ വരുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ സ്കെച്ച് ചെയ്യാനായിട്ട് മുമ്പുള്ളത് 90 മിനിറ്റ് ആണ്. അപ്പോൾ സ്കെച്ചിങ് അല്ല 3rd ക്വസ്റ്റ്യൻ. 3rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ്. അവർ തരുന്ന കിറ്റ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ സ്കെച്ച് ചെയ്യണം എന്ന രീതിയിലാണ് 3rd ക്വസ്റ്റ്യനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിലുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടുതൽ സാമ്പിൾസും ഒക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി ഇയേഴ്സിലൊക്കെ തന്നെ നമ്മൾ അതിന് വേണ്ട പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. കാരണം 3D കോമ്പോസിഷൻ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റിൽ മോഡൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് 3rd ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട. JEE എക്സാമിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം തന്നെ അതിൻ്റെ ഒരു കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് 3rd ക്വസ്റ്റ്യനെ പറ്റി ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഡ്രോയിങ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് +2% കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും നാറ്റയിൽ നല്ലൊരു സ്കോർ നേടിക്കൊണ്ട് ഗവൺമെൻറ് കോളേജസ് അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സെറ്റ് പോലത്തെ കോളേജസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സുവർണാവസരമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. ആർക്കിടെക്ചർ പഠിക്കുകയാണെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ പഠിച്ചിറങ്ങണം. അപ്പോഴാണ് കൂടുതൽ ജോലി സാധ്യതയും മറ്റും നമുക്ക് വരുന്നത്. അപ്പോൾ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SPA, സെറ്റ്, ഗവൺമെൻറ് കോളേജസ് ലൈക്ക് CET എന്നൊക്കെ പറയുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു സെൽഫ് മോട്ടിവേഷനാണ് ഈ ഇത്തരം കോഴ്സസിന് വരാനായിട്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.